സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ജെറുസലേമിലെ തീ അണഞ്ഞു എങ്കിലും കാറ്റ് ഒരു ഭീഷണിയായി തുടരുകയാണ്. വലിയ കാറ്റാണ്. അപ്പം അത് അണയാതെ കിടക്കുന്ന കനലുകൾ ഒരുപക്ഷെ ഇനിയും പുതിയ തീപിടുത്തത്തിലേക്ക് നയിച്ചേക്കുമോ എന്ന ഭയമുണ്ട്. തീ അണയാൻ അണയ്ക്കാൻ ഇത്രയും താമസിക്കാനുണ്ടായ കാരണം വലിയ കാറ്റാണ്. കാറ്റ് വല്ലാതെ ആഞ്ഞടിക്കുന്ന സമയത്ത് തീ ഒത്തിരി ഉയരത്തിലേക്ക് ആളിപ്പടരും. അങ്ങനെ ആളിപ്പടരുന്ന സമയത്ത് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചാണ് ഫയർ ഫൈറ്റിംഗ് ചെയ്യുന്നത്. ഹെലികോപ്റ്ററുകൾക്ക് താഴ്ന്നു വന്ന് ഫോമോ അല്ലെ വെള്ളമോ എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് ഒഴിക്കാൻ പറ്റില്ല. അത് ഒത്തിരി ഉയരത്തിൽ നിന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്ത് അത് വീഴില്ല. അപ്പം ഒരു സ്ഥലത്ത് തീ കത്തുന്നു, അതിനകത്തേക്ക് ഫോം ആയിക്കൊള്ളട്ടെ വെള്ളമായിക്കൊള്ളട്ടെ മുകളിൽ നിന്ന് ഒഴിക്കുന്ന സമയത്ത് അത് ആ തീയുടെ ആളിപ്പടരുന്ന ആ ഫയറിനകത്തേക്ക് വീഴണം. എന്നാൽ മാത്രമേ തീ കെട്ടുപോകൂ. അത് വീഴണമെന്നുണ്ടെങ്കിൽ ഒരു റീസണബിൾ ഹൈറ്റിൽ നിന്ന് ഒഴിക്കാൻ സാധിക്കണം. അപ്പോൾ വലിയ കാറ്റ് വരുന്ന സമയത്ത് ഒന്ന് ഹെലികോപ്റ്റർ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, രണ്ട് ഈ തീ വല്ലാതെ മേലോട്ട് വന്ന് ഹെലികോപ്റ്ററിനെ തന്നെ ഒരുപക്ഷെ അത് വിഴുങ്ങിക്കളയും. അപ്പോൾ അതുകൊണ്ട് ഫയർ ഫൈറ്റിംഗ് അങ്ങനെയുള്ള അവസരങ്ങൾ നടക്കില്ല. അപ്പോൾ വാസ്തവത്തിൽ ഈ ഫയറിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നത് ഈ ഫയറിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. അതിനോട് ഫയർ ഫൈറ്റിംഗ് പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് അവർ പ്രധാനമായിട്ടും ശ്രമിച്ചത് ഫയർ ബൗണ്ടറികൾ റെഡിയാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്, ഫയർ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാതിരിക്കാൻ. ഇനി ഈ അഗ്നി ഉണ്ടായിട്ടുള്ളത്, ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് 3 പോയിന്റുകളിൽ ഈ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാം പാലസ്റ്റീനിൻ്റെ റീജിയനിൽ തന്നെയാണ്. വെസ്റ്റ് ബാങ്ക് റീജിയനിൽ നിന്നാണ് ഈ തീപിടുത്തം. വെസ്റ്റ് ബാങ്ക് റീജിയനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ തീപിടുത്തം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് തീവ്രവാദി ആക്രമണം തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. അപ്പോൾ വെസ്റ്റ് ബാങ്കുമായി ചേർന്ന് കിടക്കുന്ന ഇസ്രായേലിൻ്റെ അതിർത്തിയിലാണ് ഈ തീപിടുത്തം. 3 പോയിന്റിലാണ് ഉണ്ടായിട്ട്, ഒരു സ്ഥലത്തല്ല, 3 പോയിന്റിലാണ്. അപ്പോൾ സാറ്റലൈറ്റ് പിക്ചേഴ്സ് കാണിക്കുന്നത് 3 പോയിന്റിൽ തീ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. അതൊക്കെ ഈ വെസ്റ്റ് ബാങ്കുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിലാണ്. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട സംശയമുള്ളത് ഈ ഡ്രൂസ് എന്ന് പറയുന്നൊരു വിഭാഗം സിറിയയിലുണ്ട്. അവർക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ്, തീവ്രവാദി ഗ്രൂപ്പ്, മുസ്ലിം തീവ്രവാദി ഗ്രൂപ്പ്, ഇസ്ലാമിക തീവ്രവാദി ഗ്രൂപ്പ് സിറിയയിലുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിനെതിരെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികാരം എന്ന നിലയ്ക്ക് വെസ്റ്റ് ബാങ്ക് റീജിയനിൽ നിന്ന് ഈ സിറിയയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇസ്ലാമിക് ജിഹാദിൻ്റെ ആളുകൾ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പം ഇസ്രായേലിലെ ഇൻ്റലിജൻസ് ഏജൻസികൾ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്നു. ഈ തീപിടുത്തം ഇനി തുടരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഗാസയെ സംബന്ധിച്ച് ഗാസയുടെ വിശേഷങ്ങൾ അത് ഗാസയിലെ ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കൂടുതൽ ഭൂപ്രദേശങ്ങളിലേക്ക് വളരെ സ്ലോ ആയിട്ട് IDF കയറി പോകുന്നത്. കാരണം മൈൻ ചെയ്തിട്ടുള്ള ലാൻഡുകളാണ്. അതുകൊണ്ട് തന്നെ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന നിലയ്ക്ക് തന്നെ വളരെ സ്ലോ ആയിട്ട് IDF അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റ് മെറ്റീരിയൽസ് ഒന്നും ഗാസയിലേക്ക് അലൗ ചെയ്യുന്നില്ല. അതിനിടയിലൂടെ ഇന്നലെ ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യ ദിനമായിരുന്നു. ആ ദിവസത്തിലെ പ്രഖ്യാപനത്തിൽ അവർ ബൈബിൾ കോൺടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സാധാരണ അവർ സ്വാതന്ത്ര്യ ദിനത്തിൽ അവരുടെ ആഘോഷമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആഘോഷം ഉദ്ഘാടനം ചെയ്യാനെത്തിയ പ്രൈം മിനിസ്റ്റർ നെതന്യാഹു അദ്ദേഹം പറഞ്ഞത് ഈ യുദ്ധം തീരണമെങ്കിൽ ടോട്ടൽ വിക്ടറി ഉണ്ടാവണം എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ് 24 ബന്ദികളെ കൂടി തിരിച്ചു കിട്ടാറുണ്ട്. 24 ബന്ദികളെ കൂടി തിരിച്ചു കിട്ടുന്നത് കൊണ്ട് മാത്രം ഈ യുദ്ധം അവസാനിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഈ യുദ്ധം തീരില്ല. 24 ബന്ദികളെ തിരിച്ചു തന്നാലും അവർ ഇതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനാവില്ല. ടോട്ടൽ വിക്ടറി എന്ന് പറഞ്ഞാൽ തീവ്രവാദത്തിനെതിരെയുള്ള ടോട്ടൽ വിക്ടറിയോടെ അല്ലാതെ ഈ യുദ്ധം അവസാനിപ്പിക്കാനാവില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഹമാസ് പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങുകയും ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹൂത്തികളും ഈ ആക്രമണ പരിപാടികൾ നിർത്തുകയും ചെയ്യാതെ ഈ യുദ്ധം അവസാനിക്കുകയില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അതിനിടയിലൂടെ ഹൂത്തികളുടെ ഒരു ആക്രമണം അമേരിക്കയുടെ USS ഹാരി എസ് ട്രൂമാൻ എന്ന വിമാനവാഹിനി കപ്പലിന് നേരെ ഉണ്ടായിട്ടുണ്ട്. അതിൽ അമേരിക്കയ്ക്ക് ഒരു F-18 ജെറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹാരി എസ് ട്രൂമാനെ അപ്രോച്ച് ചെയ്യാൻ ഈ ഹൂതികളുടെ ഡ്രോണിന് സാധിച്ചിട്ടുണ്ട്. ആ ഡ്രോണിനെ ഒപ്പോസ് ചെയ്യുന്ന ആ പ്രോസസ്സിനിടയിലൂടെ ഒരു F-18 ജെറ്റ് അമേരിക്ക നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് അമേരിക്ക വല്ലാതെ പ്രകോപിതമായിട്ടുണ്ട്. ഇറാന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊരു വാണിംഗ്, മെസ്സേജ് ടു ഇറാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്വിറ്ററിൽ അമേരിക്കൻ അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പീറ്റർ ഹെഗ്സേത്ത് പറഞ്ഞിട്ടുള്ളത് മെസ്സേജ് ടു ഇറാൻ. നിശ്ചയമായും ഇതിന് പ്രതികാരമുണ്ടാവും, ഇറാനിൽ പ്രതികാരമുണ്ടാവും, സമയവും സ്ഥലവും ഞങ്ങൾ നിശ്ചയിക്കുമെന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ട്വീറ്റ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ കോപ്പി ചെയ്ത്
ചെയ്തിട്ടുണ്ട്, കോപ്പി ചെയ്ത് അതും അദ്ദേഹവും ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച അത് ഒരു ഡലമയിലെത്തിയിട്ടുണ്ട്. ഒമാൻ അത് മാറ്റിവെച്ചതായി പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഡേറ്റ് തീരുമാനിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ശനിയാഴ്ച റോമിൽ ഈ ചർച്ച 4ാം വട്ട ചർച്ച തുടരുമെന്നായിരുന്നു പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഇറാൻ അത് കൺഫേം ചെയ്ത് റെഡിയാക്കി അടുത്ത ശനിയാഴ്ചത്തേക്ക് റോമിലേക്ക് പോകുന്ന ടീമിനെയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അമേരിക്ക പറഞ്ഞു നോ എന്ന് പറഞ്ഞു. അമേരിക്ക പറഞ്ഞു, നേരത്തെ തന്നെ അമേരിക്ക പറഞ്ഞു ഞങ്ങൾ ഇതിന് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ചർച്ച തുടരണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത്. ദിസ് ഷോസ് ദാറ്റ് ഈ പീസ് ടോക്ക് എന്ന് പറഞ്ഞ് നടത്തിയ ഈ 3 ആഴ്ചത്തെ അഭ്യാസം ഏകദേശം തീരാൻ പോവുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നെതന്യാഹു ആദ്യം മുതലേ പറയുന്നതാണ് ഇവരോട് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല, വെറുതെ സമയം മെനക്കെടുത്താവുന്നേ ഉള്ളൂ. ഒരുപക്ഷെ അമേരിക്കയെക്കാളും ഈ തീവ്രവാദികളുമായുള്ള ഇടപെടലിൽ കുറച്ചുകൂടി എക്സ്പെർട്ടൻസി കൂടുതൽ പണ്ട് മൊസാദിലൊക്കെ ഇരുന്ന ആളെന്ന നിലയ്ക്ക് നെതന്യാഹുവിനാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അദ്ദേഹം ആദ്യം മുതലേ പറയുന്നത് ഒരു വെറും എക്സസൈസ് ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു 2 മാസത്തെ സമയം അമേരിക്കയുള്ള 2 സ്കൂൾസ് ഓഫ് തോട്ട്സ് ഉണ്ട്. ഒരു വിഭാഗം ആളുകൾ വിചാരിക്കുന്നത് ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നാണ്, വേറൊരു വിഭാഗം ഇത് അറ്റാക്കിലൂടെ പരിഹരിക്കണമെന്ന് വിചാരിക്കുന്നവരാണ്. അപ്പോൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് പറയുന്ന ആളുകൾക്കൊരു അവസരം എന്ന നിലയ്ക്കാണ് ഈ ചർച്ചയ്ക്കുള്ള അവസരം കൊടുത്തത്. പക്ഷെ കാര്യമായ പുരോഗതി ചർച്ചയിൽ ഉണ്ടായില്ല എന്ന് വേണം വിചാരിക്കാൻ. ഓരോ ചർച്ചയും കഴിയുമ്പോഴും ഭയങ്കര നല്ലതായിരുന്നു എന്ന് 2 കൂട്ടരും പറയുന്നുണ്ടായിരുന്നു എന്നല്ലാതെ ചർച്ചയിൽ എന്ത് തീരുമാനമാണ് ഉണ്ടായതെന്ന് ഒരു തരത്തിലും ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു സ്റ്റാൻഡ് സ്റ്റില്ലിലേക്ക് എത്തിയ മട്ടാണ് കാണുന്നത്. കാരണം ഹൂതികളുടെ ഈ ഒരു ആക്രമണം ഇറാൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് കഴിയില്ല. ഇപ്പോൾ കാശ്മീരിൽ മത തീവ്രവാദികൾ നമ്മളുടെ ആളുകളെ കൊന്നതിന് ശേഷം പാകിസ്ഥാൻ ഞങ്ങൾക്ക് ഇതിൽ കഴിയില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇറാൻ ഞങ്ങൾക്ക് ഇതിൽ കഴിയില്ല എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ ഇറാൻ ഗവൺമെന്റിന് ഈ തീവ്രവാദികളുടെ മേലെ നിയന്ത്രണമില്ല. അത് ഖമനേയും അദ്ദേഹത്തിന്റെ ടീമിനുമാണ് അതിന്റെ മുകളിൽ നിയന്ത്രണമുള്ളത്. ഈ പറയുന്ന പെഷേസ്കിയാൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഗവൺമെന്റിന് ഈ തീവ്രവാദികളുടെ മേലെ കാര്യമായ നിയന്ത്രണമൊന്നുമില്ല. ഈ നിയന്ത്രണം മുഴുവൻ ഖമനേയ്ക്കും അദ്ദേഹത്തിന്റെ ടീമിനുമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇതേ വിഷയമാണ്. പാകിസ്ഥാനിലെ ഭരണ നേതൃത്വത്തിന് തീവ്രവാദികളുടെ മേലെയോ പാകിസ്ഥാൻ സൈന്യത്തിന്റെ മേലെയോ നിയന്ത്രണമില്ല. പാകിസ്ഥാൻ സൈന്യമാണ് തീവ്രവാദികളെ നിയന്ത്രിക്കുന്നത്. തീവ്രവാദികളെ കൊണ്ട് കാശ്മീരിൽ പ്രശ്നം ഉണ്ടാക്കുന്ന പാകിസ്ഥാൻ സൈന്യമാണ്. അല്ലാതെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയോ പാകിസ്ഥാന്റെ പ്രസിഡന്റോ അല്ല ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. പാകിസ്ഥാൻ സൈന്യം ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ പാകിസ്ഥാൻ സൈന്യം ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് പാകിസ്ഥാൻ ഒഴിഞ്ഞു നിൽക്കാനാവില്ല. അതുപോലെ തന്നെയാണ് ഇറാന്റെ സൈന്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഖമനേയി ചെയ്യുന്ന ഈ കുരുത്തക്കേട്, തെമ്മാടിത്തരത്തിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഇറാൻ എന്ന രാജ്യത്തിനാവില്ല. അതാണ് അവർ പോയി കൊടുക്കുന്നത്. ഇവിടെ ഇറാന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് അമേരിക്ക കൃത്യമായി പറഞ്ഞ് USS ട്രൂമാൻ പോലെ സർവ സിഗ്നലുകളും ജാം ചെയ്ത് നിൽക്കുന്ന ഒരു ഷിപ്പിന്റെ പൊസിഷൻ അത് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള സാറ്റലൈറ്റുകൾ ആവശ്യമുണ്ട്. അപ്പോൾ ആ സാറ്റലൈറ്റുകളൊന്നും ഹൂതിക്കൊന്നുമില്ല. അപ്പോൾ അത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഇറാനാണ്. അങ്ങനെ ലൊക്കേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഹൂതികൾക്ക് ഇത് ആക്രമിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അവിടെ ഈ ഒരു ടെലസ്കോപ്പ് വെച്ച് അല്ലെങ്കിൽ ബൈനോക്കുലർ വെച്ച് കടലിലേക്ക് നോക്കിയാൽ ഹാരിയസ് ട്രൂമാനെ കാണാൻ പറ്റില്ല, ഇതിവിടെ കിടക്കുന്നു അറിയാൻ പറ്റില്ല. അത് ഒരു വിമാനവാഹിനി കപ്പലിന്റെ പൊസിഷനും ലൊക്കേറ്റ് ചെയ്യുക എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഭയങ്കരമായിട്ടുള്ള സിഗ്നൽസ് ഒക്കെ ജാം ചെയ്തിട്ടാണ് അത്തരം കപ്പലുകൾ നിൽക്കുക. അത് ഒരു വലിയ സംവിധാനമാണ്. അപ്പോൾ ആ വലിയ സംവിധാനത്തിന്റെ അടുത്തേക്ക് ഇത് എത്തണമെങ്കിൽ അത്രത്തോളം കൃത്യമായ സാറ്റലൈറ്റ് ഇൻഫർമേഷനുകൾ ലഭിച്ച, വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചുള്ള ഇൻഫർമേഷൻ ലഭിച്ചാൽ മാത്രമാണ് ഇത്തരം സാധനങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഒരു അറ്റാക്ക് പോസിബിൾ ആയി എന്നുള്ളത് ഇറാന്റെ കൃത്യമായ ഇൻവോൾവ്മെന്റ് ആണ് കാണിക്കുന്നത് എന്ന് അമേരിക്കയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അമേരിക്ക ചർച്ചയിൽ നിന്നും താൽക്കാലികമായി പിൻവാങ്ങിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ ഏത് നിമിഷവും ഇറാൻ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഏത് നിമിഷവും ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്, തള്ളിക്കളയാനാവില്ല. അതിനിടയിലൂടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അഗാച്ചി ഈ കമ്മിങ് മന്ത് മെയ് മാസം 7-8 തീയതികളിൽ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം വേണമെങ്കിൽ പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും ഇടയിലെ മീഡിയേറ്റ് ചെയ്യാമെന്ന ഒരു ഓഫറൊക്കെ വെച്ചിരുന്നു. ഇന്ത്യയോടും പാകിസ്ഥാനോടും ഒരേപോലെ സൗഹൃദം സൂക്ഷിക്കുന്ന രാജ്യമാണ് ഇറാൻ. ഒരുപക്ഷെ ഇന്ത്യയോടാണ് ഇറാന് പാകിസ്ഥാനോടുള്ളതിനേക്കാൾ കൂടുതൽ സൗഹൃദം എന്ന് വേണം വിചാരിക്കാൻ. കാരണം ഈ അടുത്ത കാലത്ത് ബലൂചിസ്ഥാൻ ആർമിയുമായി ഉണ്ടായ ചില വിഷയങ്ങളെ സംബന്ധിച്ച് പാകിസ്ഥാനും ഇറാനും തമ്മിൽ തെറ്റിയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈലുകൾ അയക്കുകയൊക്കെ ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇന്ത്യയോട് നേരെ മറിച്ച് ഇറാന് യാതൊരു പ്രശ്നമില്ല. അപ്പം അവർ ഇന്ത്യയിൽ വരുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണമായ താല്പര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇദ്ദേഹം 7-8 തീയതികളിൽ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിനിടയിലുള്ള പാകിസ്ഥാൻ കാശ്മീർ അതിർത്തിയിൽ വലിയ സൈനിക നീക്കങ്ങൾ നടത്തുകയാണ്. കാശ്മീർ അതിർത്തിയിൽ അവർ ഹെവി ആർട്ടിലറിയും ടാങ്കും
മിസൈൽ സിസ്റ്റങ്ങളും ഡ്രോൺ കേപ്പബിലിറ്റീസും ഒക്കെ പരിപൂർണമായ തോതിൽ വിന്യസിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ആർമി ഒരു പൂർണ്ണമായ യുദ്ധ മുന്നൊരുക്കം കാശ്മീർ അതിർത്തിയിൽ അവർ നടത്തിയിട്ടുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ വാർ വരുന്ന സമയത്ത് 2 റീജിയനുകളിലാണ് നമ്മൾ പാകിസ്ഥാനുമായിട്ട് ചെയ്യുന്നത്. ഈ കാശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാൻ അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഒന്ന്, ടെറൈൻ പാകിസ്ഥാന് അനുകൂലമാണ്. അവർ മേലെ നമ്മൾ താഴെയുള്ളതുപോലത്തെ ഒരു ടെറൈൻ സിസ്റ്റമാണ് അവിടെ ഉള്ളത്. 2, ഈ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ജനത ഇന്ത്യയിലാണെങ്കിൽ പോലും അവർ പാകിസ്ഥാനോട് ചെറിയ തോതിലെങ്കിലും ചായവുള്ളവരാണ്. അപ്പോൾ ഇന്ത്യൻ ആർമിക്ക് നേരെ മറിച്ച് അഡ്വാൻറ്റേജ് ഉള്ള റീജിയൻ ഗുജറാത്ത് റീജിയനാണ്. ഗുജറാത്ത് റീജിയനിലെ കച്ചിലൂടെ കറാച്ചിയിലേക്ക് വളരെ വേഗം ഇന്ത്യൻ ആർമിക്ക് എത്താൻ പറ്റും. അപ്പോൾ ഏതൊരു യുദ്ധത്തിലും സാധാരണഗതിയിൽ കാശ്മീർ റീജിയനിൽ ബാലൻസ് ചെയ്ത് നിൽക്കുകയും കറാച്ചി റീജിയനിൽ നിന്ന് ഇന്ത്യൻ ആർമി ഗുജറാത്ത് റീജിയനിൽ നിന്ന് പിന്നെ കച്ച് റീജിയനിലൂടെ പാകിസ്ഥാനിലേക്ക് ഇരച്ചു കയറുകയും ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് പൊതുവേ നമ്മൾ സ്വീകരിക്കാറ്. അപ്പോൾ അത്തരം ഒരു കരയുദ്ധത്തിലേക്ക് ഇത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും പാകിസ്ഥാൻ ഇതിലൊരു ഫുൾ സ്കെയിൽ പ്രിപ്പറേഷനാണ് ഇപ്പോൾ കാശ്മീരിൽ നടത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ ഭാഗത്തെ പ്രിപ്പറേഷനുകളെ കുറിച്ച് ന്യൂസുകൾ വരുന്നില്ല. പാകിസ്ഥാന്റെ പ്രിപ്പറേഷനുകളെ കുറിച്ചുള്ള ന്യൂസാണ് വരുന്നത്. ഇന്ത്യയിൽ ആ ന്യൂസ് ബാൻ ചെയ്തിട്ടുണ്ട്. മിലിറ്ററി ന്യൂസുകൾ പുറത്തേക്ക് വിടരുതെന്ന് ബാൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്ത്യ ബാൻ ചെയ്തിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ ട്രേഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഈസ് ബാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലത്തെ ഒരു കോൺസിക്വൻസ് അല്ല അത് പാകിസ്ഥാൻ ഉണ്ടാക്കുന്നത്. കാരണം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പ്രധാനമായിട്ടും കയറ്റി അയക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽസ് ആണ്, മരുന്നുകളാണ്. ലോകത്തെമ്പാടും ഉള്ള സ്ഥലങ്ങളിലേക്ക് ഇന്ത്യ മരുന്ന് കയറ്റി അയക്കുന്നുണ്ട്. ഇന്ത്യയുടെ എക്സ്പോർട്ടിന്റെ ഒരു മേജർ ഷെയർ ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. അപ്പോൾ അത് പിന്നെ ഇന്ത്യൻ മെഡിസിൻസ് വളരെ വില കുറവാണ്. അപ്പോൾ അത് പാകിസ്ഥാനിലേക്ക് എത്തുന്നത് വാസ്തവത്തിൽ നിയമപരമായിട്ട് പാകിസ്ഥാനിലേക്ക് ഈ മരുന്ന് പോകുന്നത് വളരെ കുറച്ച് മാത്രമാണ്. 1.8 ബില്യൺ ഡോളറിന്റെ കച്ചവടമാണ്. ബില്യൺ എന്ന് പറയുമ്പോൾ 1000 കോടിയാണ്. 1.8 ബില്യൺ എന്ന് പറഞ്ഞാൽ 1800 കോടി ബില്യൺ ഡോളറിന്റെ ബിസിനസ്സാണ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഉണ്ടെന്ന് ഒഫീഷ്യലായിട്ട് പറയുന്നതെങ്കിലും 1.8 അല്ല, ഏകദേശം 12 ബില്യൺ എന്ന് പറഞ്ഞാൽ 1200 കോടി ഡോളറിന്റെ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ട്. ഇതിൽ ഒരു 80%ഉം ഒരുതരം ബ്ലാക്ക് ബിസിനസ്സാണ്. ബ്ലാക്ക് ബിസിനസ് മീൻസ് ഈ ഫാർമസ്യൂട്ടിക്കൽ സാധനങ്ങൾ ഇവിടെ നിന്ന് ഐദർ ദുബായിലേക്കോ സിംഗപ്പൂരിലേക്കോ കൊളംബോയിലേക്കോ ഇത് കടത്തിക്കൊണ്ട് പോകും. അപ്പം ഇന്ത്യയിൽ നിന്ന് ഇത് ദുബായിലേക്ക് പോകും, അല്ലെങ്കിൽ സിംഗപ്പൂരിലേക്ക് പോകും, അല്ലെങ്കിൽ കൊളംബോയിലേക്ക് പോകും. അവിടെ എത്തിയതിനു ശേഷം അതിൻ്റെ ലേബൽ മാറ്റിയിട്ട് മെയ്ഡ് ഇൻ UAE എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പാകിസ്ഥാനിലേക്ക് എത്തുന്നത്. അപ്പം UAEയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പിന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി ഇല്ല. അപ്പോൾ ആ ഒരു സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ഈ സാധനം അവിടെ എത്തുകയാണ്, ബ്ലാക്ക് മാർക്കറ്റിൽ എത്തുകയാണ്. എന്തായാലും ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ ഇന്ത്യയിൽ നിന്ന് വില കൊടുത്ത് ഈ സാധനം വാങ്ങിയിട്ട് ഈ രാജ്യങ്ങളിൽ എത്തിക്കുകയും അവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് മറ്റ് വഴികളിലൂടെയും പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ ഗുഡ്സ് അയക്കാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനി മറ്റ് വഴികളിലൂടെ പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ ഗുഡ്സ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഫാർമസ്യൂട്ടിക്കൽ സാധനങ്ങൾ തന്നെയാണ് ഉദ്ദേശിച്ചത്, അയച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനികളുടെ ലൈസൻസ് റദ്ദ് ചെയ്യും എന്ന് ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായ സാഹചര്യം ഇതാണ്. അപ്പോൾ ഈ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽസ് പാകിസ്ഥാനിലെത്തി ഏകദേശം 80,000 കോടി രൂപയുടെ സാധനമാണ് പാകിസ്ഥാനിൽ എത്തുന്നത്, മരുന്നുകൾ. അത്രയും മരുന്നുകൾ പാകിസ്ഥാനിലെത്തിയിട്ട് പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ മരുന്ന് കിട്ടാതെ വെള്ളം കുടിക്കും. മാത്രമല്ല മരുന്നുകളുടെ വില ഭയങ്കര ഷൂട്ട് ചെയ്യും. ഇതൊക്കെ വലിയ കോൺസിക്വൻസുകൾ ഉണ്ടാക്കുന്ന, ഏത് തരം മിസൈൽ ആക്രമണങ്ങൾക്കും വലിയ കോൺസിക്വൻസുകൾ ഉണ്ടാക്കുന്ന സംഗതികളാണ്. അപ്പോൾ ഈ മരുന്നുകൾ അവിടെ എത്തിയില്ലെങ്കിൽ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്, രോഗികളെ ദിവസവും കൺസ്യൂം ചെയ്യുന്ന സാധനമാണ്. അതൊരു പർട്ടിക്കുലർ ഡേയിൽ കിട്ടാതായി പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ചെറിയ സംഗതിയല്ല, വലിയ ഹ്യൂജ് കൺസൈൻമെൻറ്റുകളാണ് ബ്ലോക്കായി പോകുന്നത്. അപ്പം അത് ആണ് ഇന്ന് ഈ ദിവസം. അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഇന്ത്യൻ ഗുഡ്സ് അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് എന്ത് സാധനം കയറ്റേക്കാണ്, നമ്മൾ ശത്രുക്കളല്ലേ. അവിടുന്ന് കാര്യമായിട്ട് ഇങ്ങോട്ടൊന്നും ഇമ്പോർട്ട് ചെയ്യുന്നില്ല. നേരെ മറിച്ച് ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് അത് കൂടുതലും വളഞ്ഞ വഴിക്കാണ്, നേരെ വഴിക്കല്ല ഈ സാധനം പോകുന്നത്, വളഞ്ഞ വഴിക്കാണ്. അപ്പോൾ വളഞ്ഞ വഴിക്കുള്ള ബിസിനസ് ഹ്യൂജ് ബിസിനസ്സാണ് എന്നാണ് ഇന്ന് എക്കണോമിക്സ് ടൈംസ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.